എന്തിനാണ് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം തെരുവിൽ പ്രതിഷേധിക്കുന്നത്? സർവകലാശാലകളുടെ കാവ്യവൽക്കരണത്തിനെതിരെ, ഗവർണറുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെ. ഇതിൽ കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? ബാനറുകളിലെ ഗ്രാമർ ശരിയാക്കലാണോ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ജോലി? എങ്ങനെയാണ് സെനറ്റ് നാമനിർദ്ദേശത്തിൽ ഗവർണറെ പരസ്യമായി പിന്തുണയ്ക്കാൻ കോൺഗ്രസിന് കഴിയുന്നത്? സംഘപരിവാർ അനുകൂലികളെ നോമിനേറ്റ് ചെയ്തതിന് എന്താണ് തടസ്സമെന്ന് എങ്ങനെയാണ് KPCC അധ്യക്ഷന്റെ കസേരയിൽ ഇരുന്നുകൊണ്ട് കെ സുധാകരന് ചോദിക്കാൻ കഴിയുന്നത്? അതിലും കൊള്ളാവുന്നവരുണ്ട്. അവരെടുക്കുന്നതിന് എന്താ തടസ്സം? അവരെടുത്തോട്ടെ. സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ച് പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം. സംഘപരിവാറിൽ കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക? കോൺഗ്രസിന്റെ അകത്ത് എല്ലാവരെയും വെക്കാൻ പറ്റില്ല. വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ വെക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഞങ്ങളത് സ്വീകരിക്കും. അത് ഗവർണറുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഇതിനു മുൻപും RSSനെയും BJPയെയും അനുകൂലിക്കുന്ന പല സമീപനവും കെ സുധാകരൻ സ്വീകരിച്ചിട്ടുണ്ട്, പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നും തോന്നിയാൽ BJPയിൽ ചേരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടതാണ്. പക്ഷേ നമ്മുടെ സർവകലാശാലകളിലെ സെനറ്റുകളിൽ നിയമവിരുദ്ധമായി, ജനാധിപത്യ വിരുദ്ധമായി ശുപാർശ ചെയ്ത ആളുകളെ തിരികെ കയറ്റുന്നത് തെറ്റാണെന്ന് ആരെങ്കിലും KPCC അധ്യക്ഷനെ ഒന്നുപദേശിക്കണം. BJP ഭരിക്കുന്ന കേന്ദ്രം പ്രതിപക്ഷത്ത് നിന്ന് ഇത്രയും MPമാരെ പുറത്താക്കിയ ഒരു ദിവസം അതേ പാർലമെന്റിന് മുന്നിൽ നിന്ന് തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷന് എങ്ങനെ ഇങ്ങനെ പറയാൻ കഴിയുന്നു?